അപ്പോൾ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് എ ടേബിൾ എന്ന് പറയുന്ന കമാൻഡും ടേബിളിലേക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഇൻ ടു എന്ന് പറയുന്ന കമാൻഡുമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ടേബിളിലേക്ക് വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നു നോക്കാം. കൂടാതെ ഈ ഇൻസേർട്ട് ഇൻ ടു എന്ന് പറയുന്ന കമാൻഡ് നമ്മുടെ DML കമാൻഡാണ്. അതുപോലെ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് DDL കമാൻഡാണ്. ഇതൊക്കെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് DDL കമാൻഡ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അതുപോലെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസേർട്ട് ഇൻ ടു എന്ന് പറയുന്ന കമാൻഡ് DML കമാൻഡാണ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ടേബിളിലേക്ക് വാല്യൂനെ ഇൻസേർട്ട് ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സിൻടാക്സ് നോക്കുക. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, അവിടെ ഓരോ കോളംസ് ഉണ്ട്. അതുപോലെ വാല്യൂസ് പറഞ്ഞിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു രീതിക്ക് എഴുതി നോക്കാം. ഇവിടെ ഇതുപോലെയാണ് എഴുതുക. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, ഏത് ടേബിളിലേക്കാണ് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ടേബിൾ നെയിം കൊടുക്കുക. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം. അതിനുശേഷം താഴെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഓരോ കോളത്തിലേക്കുള്ള വാല്യൂസും നമ്മൾ കോമ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ വാല്യൂ 1, വാല്യൂ 2, എത്രത്തോളം വാല്യൂസ് ഉണ്ട് അതൊക്കെ കോമ ഇട്ട് ലാസ്റ്റത്തെ വാല്യൂ വരെ കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമികോളൻ ഇടുക. ഈ ഒരു കമാൻഡ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ടേബിളിലെ എല്ലാ കോളത്തിലേക്കുമാണ് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന എല്ലാ വാല്യൂസും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ ഒരു ഓർഡറിലുള്ള കോളത്തിലേക്കാണ് ഇൻസേർട്ട് ആവുക. ഇനി നമുക്ക് ഇപ്പോൾ പ്രത്യേകം കോളംസ് എടുത്ത് പറയണം. ഇപ്പോൾ ഒരു ടേബിളിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, കോഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് നെയിമിലേക്കും കോഴ്സിലേക്കും മാത്രം വാല്യൂസിന് ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കോളംസ് മാത്രം അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റ് എഴുതുക. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഏത് കോളത്തിലേക്ക് മാത്രമാണോ നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത് ആ കോളംസ് മാത്രം മെൻഷൻ ആക്കുക. അപ്പോൾ ടേബിൾ നെയിം കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോളം 1, കോളം 2, കോളം 3, നമുക്ക് എത്രത്തോളം കോളംസ് ഉണ്ട് അത്രയും എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ വാല്യൂസ് എഴുതിയിട്ട് അതത് കോളത്തിലേക്ക്, അത് കോളം 1ലേക്കുള്ള വാല്യൂ 1 ആയിട്ടും കോളം 2ലേക്കുള്ള വാല്യൂ 2 ആയിട്ടും അങ്ങനെ കൊടുക്കുക, മാച്ചിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടേബിളിലേക്ക് വാല്യൂവിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. കൂടുതലായിട്ട് നമുക്ക് ക്വറീസ് എഴുതുമ്പോൾ മനസ്സിലാവും, സിമ്പിളാണ്, നമുക്ക് എഴുതാനൊക്കെ സിമ്പിളാണ്.